ഒരമ്മച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞാച്ചാ, എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, ഹൃദയം പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടുകാരത്തി. ഇത്തിരി പ്രായമുള്ള അമ്മച്ചിമാരുണ്ടോ. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരത്തി അമ്മച്ചി എന്നോട് പറഞ്ഞു, എടി ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പറേഷൻ വേണമെന്നാ. അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഓപ്പറേഷൻ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ അമ്മച്ചി പേടിച്ചിട്ടാണ് ഈ കൂട്ടുകാരത്തി അമ്മച്ചിയോട് തൻ്റെ വിശേഷങ്ങൾ പറയണേ. എന്നിട്ട് ഈ അമ്മച്ചി പറയുകയാണേ, എനിക്ക് ഓപ്പറേഷൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം കേട്ടാ. വളരെ ആകാംക്ഷയോടെ ഈ കൂട്ടുകാരത്തി അമ്മച്ചി ചോദിച്ചു, ഞാനെന്താ ചെയ്യണ്ടേ? നമ്മൾ വിചാരിക്കും ചിലപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇടയ്ക്ക് വീട്ടിൽ വരണം, മക്കളെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ചിന്തയിൽ നമ്മളൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഈ അമ്മച്ചി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് ഓടി വരുന്നൊരു സമയമുണ്ടല്ലോ, അതാണ് എൻ്റെ ടെൻഷൻ. കാരണം വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഓമനിച്ച് വളർത്തുന്ന 5-6 പൂച്ചട്ടികളുണ്ട്. എന്തെങ്കിലും വാർത്ത കേട്ട് ആളുകൾ ഓടിക്കതച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതെന്തായാലും പൊട്ടിപ്പോകാനോ അത് നശിച്ചു പോകാനോ സാധ്യതയുണ്ട്. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു നീ അറിഞ്ഞ് ആദ്യം നീ ഓടി വന്നിട്ട് ഈ 5-6 ചെടിച്ചട്ടികളെ വളരെ സുരക്ഷിതമായിട്ട് എവിടത്തെങ്കിലും എടുത്തു വെച്ചോളൂ കേട്ടാ. മരണത്തെക്കുറിച്ചുള്ള സമയത്ത് പോലും ഈ അമ്മച്ചി പറഞ്ഞ ഈ ഭൂമിയിലെ ചില വ്യഗ്രതകളാണല്ലേ നവംബർ മാസത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ വരണം. കേൾക്കുമ്പോൾ ഒക്കെ ഒരു തമാശ പോലെ തോന്നുമെങ്കിലും നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട്, മർത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നീ ആകുലയും അസ്വസ്ഥയുമാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ദൈവം നമുക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതികളോട് ചേർന്ന് നൽമരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നൊരു സമയം കൂടിയാണല്ലോ ഈ നവംബർ മാസം. ആവശ്യങ്ങൾക്ക് വേണ്ടി കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു, ആഗ്രഹങ്ങളൊക്കെ ഹൃദയപൂർവ്വം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹമായി നൽമരണങ്ങൾക്ക് വേണ്ടിയിരിക്കുമ്പോൾ ജീവിതത്തിലെ വ്യഗ്രതകളൊന്ന് മാറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം ഒരുക്കമുള്ള നൽമരണം, സ്വർഗത്തിലേക്കുള്ള നൽമരണം നൽകി എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.